അനൗൺസ് ചെയ്തു. അപ്പോൾ ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ്, വളരെ ശക്തമായ ജനങ്ങളുടെ ആകെ പിന്തുണ കിട്ടുന്നൊരു സ്ഥാനാർത്ഥിയാണ്. നല്ല മത്സരമായിരിക്കും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. നേരത്തെയൊക്കെ സ്വതന്ത്രം പരീക്ഷിക്കുക, പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. അല്ലല്ല, എല്ലാ തരത്തിലും ഉണ്ട്. സ്വതന്ത്രന്മാരും മത്സരിക്കും, പൊളിറ്റിക്കലായിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്, ആ നാട്ടുകാരനാണ്, അവിടുന്ന് വിദ്യാർത്ഥിയായി പ്രവർത്തനം ആരംഭിച്ച് വന്ന ആളാണ് സ്വരാജ്. അങ്ങനൊരു സ്ഥാനാർത്ഥിയാണ് ഏറ്റവും നല്ലതെന്നാണ്. അതെ, എല്ലാ മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മത്സരവും ഓരോ മത്സരവും വിജയിക്കേണ്ടത് അതത് സമയത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യമാണ്. എന്താ വെച്ചാൽ LDFന് വിജയിക്കണമെന്നാണല്ലോ LDFിൻ്റെ പ്രവർത്തനം. UDFനെ സംബന്ധിച്ച് അവരും അതിൽ പ്രവർത്തിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മത്സരത്തിൽ LDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും വരുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ നാട്ടിലെ വികസനത്തിനും എല്ലാം വേണ്ടി ഉള്ള ഒരു മുന്നണി എന്ന നിലയിൽ LDFനെ പിന്തുണയ്ക്കും, വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട്. രാഷ്ട്രീയ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാവുന്ന മണ്ഡലമാണോ? ഇടതിൻ്റെ രാഷ്ട്രീയ വോട്ട് മാത്രമല്ലല്ലോ, ഇവിടെ കൃത്യമായ രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയ അനുഭാവമുള്ളവരും ഉള്ളവർ തന്നെയാണ് കേരളം. അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട്, UDFിൻ്റെയും BJPയുടെയും അകത്തടക്കം നിൽക്കുന്ന ആളുകൾ എത്രയോ പേര് അതൃപ്തരായി അതിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. UDF മുന്നണിക്കകത്ത് ഇപ്പോൾ ഒരു ഐക്യമുണ്ടോ? UDFിനകത്തേക്ക് പോയ അൻവർ അതിൻ്റെ കൂടെ സഹകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട് കിട്ടും. ഇടതുപക്ഷത്തിന് അനുകൂലമായി വിവിധ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ധാരണ മുൻപ് പറഞ്ഞിരുന്നത് പോലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടെ ഇവരെന്തോ വലിയ ഈ വികസനത്തിൻ്റെ വിരോധികളാണ്, നാട്ടിലെ കാര്യങ്ങളിൽ വളരെ സെക്ടറിനാണെന്നൊക്കെ അല്ലേ പണ്ട് പ്രചരിപ്പിച്ചിരുന്നത്. ഇന്നിപ്പം എല്ലാവർക്കും അറിയാം, ഏറ്റവും നല്ലതുപോലെ ഒരു സംസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ, ജനാധിപത്യപരമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാവണമെങ്കിൽ, എല്ലാ ആളുകൾക്കും സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, സർവോപരി ഏറ്റവും വലിയ വികസനം ഉണ്ടാവണമെങ്കിൽ, അഴിമതി വിരുദ്ധമായ ഒരു ഗവൺമെൻറ് ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷമാണ് പ്രധാനമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാം സ്വതന്ത്ര പത്രപ്രവർത്തകരാണെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് പോലും ഈ വസ്തുതകൾ അറിയാമല്ലോ. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വികാരമായിരിക്കും. സ്വരാജ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷ ആളുകൾ. നിലമ്പൂരിലും അതുപോലെ തന്നെയാണ്.